നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സർ, പുതിയ പ്രോജക്റ്റിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ആ സിംഗപ്പൂർ കമ്പനിയുടെ മീറ്റിംഗ് എന്ന് ഫിക്സ് ചെയ്യാം സർ? ഞാനേ ഡൽഹി പോയിട്ട് 15ന് തിരിച്ചു വരും. അപ്പോ 17ന് ഫിക്സ് ചെയ്യാം. ശരി സർ. പ്രഭാവതി, ഞാൻ ഡൽഹി പോകുമ്പോ ഈ കമ്പനി ഫയലെല്ലാം മസ്റ്റായിട്ടും നീ ഗായത്രിയെ കാണിക്കണം. അവളുടെ സൈൻ വാങ്ങിയിട്ടേ മൂവി ആവും. ശരി സർ. അല്ല പ്രഭാവതി സർ, ഒന്ന് നിന്നേ. ഗായത്രിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങി ഞാൻ റൂമിൽ വെച്ചിട്ടുണ്ട്. അവളിപ്പോ വരും, നീ അതൊന്ന് എടുത്തോണ്ട് വാ. ശരി സർ. സർ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫയലെല്ലാം ക്ലിയർ അല്ലേ? നീ ആ ഫയലൊക്കെ അവിടെ വെച്ചേ, എന്നിട്ടേ അതിങ്ങ് എടുത്തോണ്ട് വാ. ശരി സർ. യെസ്, ഗോപിനാഥ് ഹിയർ. എന്തായിരിക്കും ഗോപിനാഥ് ഗായത്രിക്ക് വാങ്ങിയ ഗിഫ്റ്റ്? ഞാൻ എന്തായി കാണുന്നേ? സ്വർണ്ണവളകളോ? ഇത് എത്ര പവൻ കാണും? ഗായത്രിയുടെ ഒരു ഭാഗ്യമേ. ഇതുപോലത്തെ സ്വർണ്ണവളകള് എനിക്ക് ജന്മത്ത് വാങ്ങാൻ കഴിയോ? ഗായത്രി പോലൊരു ഭാഗ്യവതിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഈ വളകളൊന്ന് ഇട്ട് നോക്കാം, എന്റെ കൈക്ക് ചേരുമെന്നറിയണമല്ലോ. എന്താ ഒരു ഭംഗി! ഇത് തിരികെ ഊരി വെക്കാനേ തോന്നുന്നില്ല. ഈ വളകള് ഗായത്രിയുടെ കയ്യിൽ കിടക്കുന്ന എങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റും? ഇതിന്ന് ഒരെണ്ണം എടുത്ത് അടിച്ചു മാറ്റിയാലോ? ആരറിയാനാ? ആര് കണ്ടുപിടിക്കാൻ പോന്നു? അഥവാ ആരെങ്കിലും കണ്ടുപിടിച്ച ആരുടെയെങ്കിലും തലയിൽ ആ കുറ്റം ചാരിയിട്ട് തടി തപ്പാം. ഇതിപ്പോ എവിടെ ഒളിപ്പിച്ചു വെക്കും? ആ ഫയല് കയ്യിലുണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് വെക്കായിരുന്നു. ഈ മെത്തക്കടിയിൽ വെക്കാം, അതാ സേഫ്. ആരും ഇല്ലാത്ത സമയത്ത് വന്ന് ഇതെടുത്തോണ്ട് പോവാം. ഇവിടെ വെച്ചാ ശരിയാവില്ല. പെട്ടെന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചാലോ? ഈ ബെഡിന്റെ മൂലയ്ക്ക് വെക്കാം. ഇവിടെ ഇത് സേഫാ. ഈ വള അണിയാനുള്ള യോഗം എനിക്കാണ്, അല്ലാതെ ഗായത്രിക്കല്ല. പ്രഭാവതിയെ സംശയിക്കുന്നതിന് മുമ്പ് നീ അതൊന്ന് നോക്കിയേ. അതെ, വെറുതെ ഒരു തർക്കം വേണ്ട. ശേഖർ പോയി നോക്കൂ. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണോ വേണ്ടയോന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ശരി.
ശേഖർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എനിക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിൽ അവൻ അറിയാതെ അടിച്ചു മാറ്റി പോക്കറ്റ് ഇടായിരുന്നു. ഒന്നും കിട്ടിയില്ലേ? ഓ, എന്തൊരു സംശയമായിരുന്നു എന്റെ ചേച്ചി. അവളെ ചേച്ചി മോഷ്ടിച്ച പോലെ ആയിരുന്നല്ലോ തന്റെ പെർഫോമൻസ്. എന്നിട്ട് എന്തിയേ? ഈ മുറി അരിച്ചു പെറുക്കി നോക്കിയിട്ടും വല്ല തുമ്പും കിട്ടിയോ? ഡോ പോവല്ലേ, നിക്ക്. ഇനിയിപ്പോ ഇവിടെ ബാക്കിയുള്ളത് ബെഡ് നോക്കിയായിരുന്നോ? ഇതോടെ നോക്കിയേക്ക്, തന്നെ സംശയം തീരട്ടെ. വാ നോക്ക്. നോക്ക്. കണ്ട ഇപ്പൊ എന്തായി? വല്ല കാര്യം ഉണ്ടായിരുന്നു. അന്നേരം അങ്ങ് പോയാൽ മതിയായിരുന്നു. എന്നിട്ട് അവനെ വിളിച്ചു വരുത്തി കാണിച്ചു കൊടുത്തേക്കുന്നു. എന്റെ ചെരുപ്പൂരി എന്റെ ചെകിട്ടത്തിന് അടിക്കാൻ എനിക്കിപ്പോ തോന്നുന്നേ. പ്രതാപ, നീയല്ലേ പറഞ്ഞത് നിന്റെ ചേച്ചി കള്ളി അല്ലാന്ന്? ആ സത്യവത് കാണിച്ചു വെച്ചാ കണ്ടോ? എന്താ നിനക്ക് മറുപടി ഇല്ലേ? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ശേഖർ, ശേഖർ, നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പ്രതാപ, എനിക്കിത് സാറിനെ കാണിക്കണം. എല്ലാരും അറിയട്ടെ പ്രൈവറ്റ് സെക്രട്ടറി പ്രഭാവതിയുടെ തനി നിറം. പ്ലീസ് പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. പ്ലീസ്, ഈ വളയായിട്ട് പോകരുത് അങ്ങോട്ട്. എന്റെ ചേച്ചി എല്ലാവരുടെ മുമ്പ് വെച്ച് കളിയാക്കരുത്. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെലവ് വേണമെങ്കിലും ചെയ്യാം. നിന്റെ മുക്കാചക്രത്തിന്റെ ചെലവിൽ മയങ്ങുന്നവനല്ല ഈ ശേഖർ. നിനക്കാള് മാറിപ്പോയി പ്രതാപ. മോറിക്ക്. എനിക്കിത് ഗോപിനാഥ് സാറിന്റെ കൈ കൊടുക്കണം. ശരി, പ്ലീസ്. ഡോ നിന്നേ. താനിത് കൊണ്ട് കൊടുത്ത് കൈയടി വാങ്ങിച്ചോ. പക്ഷേ അവിടെ വെച്ച് എനിക്ക് ചില സത്യങ്ങൾ പറയേണ്ടി വരും. നീ എന്ത് സത്യമാടാ പറയാൻ പോകുന്നേ? നീ എന്ത് പറഞ്ഞാലും ഞാൻ ഗോപിനാഥ് സാറിന്റെ കൈ കൊടുക്കും. നിങ്ങൾ എന്റെ അളിയനാണെന്നുള്ള സത്യം ഞാൻ പറയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.